CPM നേതാവ് പി ജയരാജന്റെ പുസ്തക പ്രകാശനം മെയ് 20-ന്. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പുസ്തകം പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ബിജീഷ്, സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്നതാണ് പി ജയരാജന്റെ പുസ്തകത്തിന്റെ ടൈറ്റിൽ. എന്തായിരിക്കും അതിന്റെ ഉള്ളടക്കം എന്നത് സംബന്ധിച്ച് എന്തെല്ലാം സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്? പിണറായി വിജയനാണ് അതിന്റെ പ്രകാശനം നടത്തുന്നത്. എത്ര വലിയ ചടങ്ങായിരിക്കും? എങ്ങനെ കാണാം ഇപ്പോഴത്തെ ഈ പുസ്തക പ്രകാശനത്തെ? സൈഫുദ്ദീൻ, ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഈ പുസ്തകം സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു. അതായത് കൊടുങ്ങല്ലൂരിലെ ഒരു കാവിലെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് പി ജയരാജനെതിരെ വാർത്തകൾ വന്ന സാഹചര്യത്തിലായിരുന്നു പി ജയരാജൻ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ പുസ്തക പ്രകാശനം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത്. ചിന്ത പബ്ലിഷേഴ്സാണ് സനാതനികളുടെ ഹിന്ദു വഴികൾ എന്ന ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ പ്രകാശന ചടങ്ങാണ് വരുന്ന ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂരിലുള്ള AKG ഹാളിൽ വെച്ച് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ നിർവഹിക്കുക. പിണറായി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കണ്ണൂരിലെത്തുന്ന ആദ്യത്തെ പൊതുപരിപാടി കൂടിയാണ് ഈ പി ജയരാജന്റെ പുസ്തക പ്രകാശന ചടങ്ങ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഏതായാലും ഈ പുസ്തകത്തിനകത്ത് ഹിന്ദു മത വിശ്വാസത്തിന്റെ ആചാരങ്ങളും അതുപോലെ തന്നെ ആരാധനാ രീതികളും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാവും പ്രധാനമായിട്ട് പറയുക എന്നുള്ളതാണ് പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പിനകത്തുള്ളത്. ഈ ആരാധനാ രീതികളും അതുപോലെ തന്നെ ആചാരങ്ങളും ഉണ്ടായ വഴികളും അതിന്റെ പിന്നിലുള്ള വിശ്വാസവും ഒപ്പം തന്നെ ജനങ്ങൾ പറയുന്ന കഥയും അതിനകത്തുള്ള യാഥാർത്ഥ്യവും ഇതൊക്കെ ആയിരിക്കും പുസ്തകത്തിനകത്ത് പ്രധാനമായും വിവരിക്കുക എന്നുള്ളതും കൂടി അദ്ദേഹം ഇന്നലത്തെ ഫേസ്ബുക്ക് കുറിപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ചിന്ത പബ്ലിഷേഴ്സാണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത്. 400 രൂപയാണ് വില. ഇതിന്റെ രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിണറായി വിജയൻ പി ജയരാജന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് കണ്ണൂരിലെത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഹിന്ദു വിശ്വാസത്തിനകത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു CPM സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള നേതാവിന്റെ പുസ്തകം പുറത്തിറങ്ങുന്നു എന്നുള്ളതും ഏറെ കൗതുകമുണർത്തുന്നതാണ്. സൈഫുദ്ദീൻ. യെസ്.